ഗ്ലൂട്ടത്തയോൻ്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്, കുറേ മെറ്റാനാലിസിസ് ഉണ്ട്. മെറ്റാനാലിസിസിൻ്റെ അനാലിസിസ് ആണ് അംബ്രല റിവ്യൂ എന്ന് പറയുന്നത്, ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് എവിഡൻസ് ആണ്. അത് പറയുന്നത് എന്താണ്, 3 മാസം ഗ്ലൂട്ടത്തയോൺ കൊടുത്താൽ ചില വ്യക്തികളിൽ സ്കിൻ കളേഴ്സ് ഒന്നും കുറയും. അതായത് സം ഇംപ്രൂവ്മെൻറ്റ് ഇൻ സബ്ജക്റ്റീവ് സ്കിൻ കളറാണ്, ഒബ്ജക്റ്റീവ് അല്ല സബ്ജക്റ്റീവ്. അതായത് പേഷ്യൻസിന് ദേ ഫീൽ അവരുടെ സ്കിൻ കളർ കുറയുന്നു. അത് 3 മാസം. പക്ഷേ 3 മാസം കഴിഞ്ഞ് നിർത്തിയാൽ ഈ സ്കിൻ കളർ പിന്നെ തിരിച്ച് പഴയതുപോലെ പോകും. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഡേറ്റയൊന്നും ഇല്ലതാണ്. അപ്പോൾ ആക്ച്വലി ഗ്ലൂട്ടത്തയോൺ ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ എനിത്തിങ് ആണ്. പക്ഷേ 3 മന്ത്സ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സബ്ജക്റ്റീവായിട്ട് സ്കിൻ കളർ മാറ്റങ്ങൾ വേണമെങ്കിൽ അതെല്ലാവർക്കും അതുപോലെ വേണം ആവണം. ഇപ്പോൾ എൻ്റെ തന്നെ പേഷ്യൻസിൽ സിറോസിസ് പേഷ്യൻസിന് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് കോസ്മെറ്റിക് പ്രോബ്ലം. അവർ ഭയങ്കര മുഖമൊക്കെ കറക്കും സിറോസിസ് കാരണം. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കും ഈ സ്കിൻ ശരിയാക്കാൻ എന്താണ് ചെയ്യണം. ഞാൻ പറഞ്ഞ് നമ്മൾ ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, പക്ഷേ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ സംഭവം തരാം, ഒരു 3 മന്ത്സ് നിങ്ങൾ നോക്കി എങ്ങനെ ഉണ്ടെന്ന്. സംഭവം സേഫാണ്, നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ ഗ്രേഡ് ഗ്ലൂട്ടത്തയോൺ സേഫാണ്. പക്ഷേ അതുകൊണ്ട് എല്ലാവരും വെളുത്ത് വെള്ളപ്പാറ്റയെ പോലും ആകാൻ പോകുന്നില്ല. അതൊരു തെറ്റിദ്ധാരണയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്.